തെരക്കടത്തി തിക്ക് താക്കളെ കിടത്തക്ക് തെരക്കടത്തി തിത്താക്കളെ കിടത്തക്ക് തെരക്കടത്തി തിത്താക്കളെ കിടത്തക്ക് തെരക്കടത്തി തിം തെരക്കടത്തി തിം തെരക്കടത്തി തിം തെരക്കടത്ത. എത്ര പൂക്കാലമിനി എത്ര മധുമാസമതിൽ അത്ര നവരാത്രികളിൽ അമ്മേ. അമ്മയല്ല കുഞ്ഞമ്മ. കുഞ്ഞമ്മേ നീ എന്നെ വെറുതെ ഇട്ട് കഷ്ടപ്പെടുത്തിയല്ലോടി. വെറുതെ ഇട്ട് കഷ്ടപ്പെടുത്തിയല്ലോ. അമ്മേ എനിക്ക് ഇതിന്റെ കുറവുണ്ടായിരുന്നു. ഒന്നാമത് അമ്മയില്ലാത്ത കൊച്ചായത്. ഈ കൊച്ചു കിടന്നിട്ട് അമ്മയെന്ന് വിളിച്ചു കഴിഞ്ഞാൽ ഞാൻ ഈ സമയത്ത് എവിടെ നിന്നാണ് അമ്മയെ കൊണ്ട് കൊടുക്കും? എനിക്കറിയത്തില്ല. നിനക്കറിയത്തില്ലേ? നിനക്കറിയാഞ്ഞിട്ടാണ് ഈ കൊച്ചു ഇവിടെ കിടന്നത് കമ്മ കമ്മാന്ന് പറഞ്ഞ് വരുന്നത്. യോ അതെന്നോട് പറഞ്ഞു പാല് കാച്ചിന്റെ അന്ന് ഒരു പാട്ട് കാച്ചുണ്ടെന്ന്. അതിനൊരു പാട്ട് പഠിപ്പിച്ചതാ. അതിന് ഈ കൊച്ചിന് പാട്ട് അറിയാമോ? അതിപ്പോഴല്ലേ ഞാൻ അറിഞ്ഞാലും അറിയത്തില്ലെന്ന്. എടാ നീ ഈ കുടുംബത്തിൽ വന്ന് കേറിയിട്ട് 9 മാസമായി. അതായി ഇവിടത്തെ സകല പണിയും പെയിന്റിങ് അതേപോലെ പ്ലംബിങ് അങ്ങനെ തുടങ്ങിയ സകല പണി നീ ഏറ്റെടുത്തിട്ടുണ്ട്. ഒരെണ്ണം തീർത്തിട്ടില്ല. നാളെ കഴിഞ്ഞ് മറ്റന്നാ പാല് കാച്ച. എനിക്ക് പാല് കാച്ചിന് നിൽക്കാൻ പറ്റത്തില്ല. അത് മാത്രമല്ല നാളെ വെളുപ്പിനെ 4:30 മണിക്കുള്ള ഫ്ലൈറ്റിൽ എനിക്ക് ദുബായ് പോണം. അച്ഛാ അത് പറയരുത്. അത് പറഞ്ഞാൽ തെറ്റാണോ? അത് പറഞ്ഞ തെറ്റാ. അപ്പൊ ദുബായ് പോണം വെളുപ്പിനെ 4:30 മണിക്ക് എനിക്ക്. അത് കറക്റ്റ്. ഇപ്പൊ കറക്റ്റ് ആയി. എവിടെ പോയാ നിന്റെ പണിക്കാരി? അച്ഛാ എന്റെ പണിക്കാരൊന്നും പറയരുത്. അമ്മമാരെ ഇച്ചിരി കൊള്ളരുതാത്ത എന്തെങ്കിലും പരിപാടിക്ക് അമ്മമാരെ ഉണ്ടെന്ന് പറഞ്ഞാലും അച്ഛൻ ഇപ്പൊ പണി നടക്കുന്ന സ്ലോയിലല്ലേ? അതെ. പിന്നെ അച്ഛന് പിന്നെന്തോ അച്ഛൻ ഇത്രന്തോ കുഴപ്പം എന്തുവാ? എനിക്കെന്തോന്ന് കുഴപ്പം? എടാ അവന്മാര് പിള്ളേടെ പണി നടക്കണ്ടേന്ന്. മനോഹരൻ ഏറ്റതാ. ആണോ? എത്ര പൂക്കാലമിനി എത്ര മധുമാസം. എന്നെ സ്വർണ്ണം നന്നായച്ചാ. അപ്പൊ ഇത്രയും ദിവസം സ്വരം സുഖമില്ല നടക്കായിരുന്നു. എനിക്ക് പാലുകാച്ചിന് പാട്ട് പാടണം. അയ്യോ മനോഹര നിനക്കിപ്പോ എത്ര വയസ്സുണ്ട്? എനിക്കിപ്പോ 50 വയസ്സോട് അടുത്തു. ഒരു കല്യാണമൊക്കെ കഴിക്കണ്ടേ? വേണ്ട ചെന്നിപ്പോ ശരിയാത്തില്ല. അപ്പൊ നീ അങ്ങോട്ടുള്ള കാലം ഒറ്റയ്ക്ക് അങ്ങ് ജീവിക്കാൻ തീരുമാനിച്ചോ? ആര് പറഞ്ഞു? എനിക്ക് പെണ്ണുമ്പിള്ളേം പിള്ളേരും ഉണ്ട്. നീ ഇനിയിപ്പോ വേണ്ടെന്ന് ഇപ്പൊ പറഞ്ഞതോ? ഇനിയും വേണ്ടെന്നല്ലേ പറഞ്ഞേ? ഇനിയും വേണ്ടെന്നാ? ഇനിയും വേണ്ടെന്നാ ഞാൻ പറഞ്ഞു. ഓ ഇങ്ങനെ നിർത്തല്ലേ കീച്ചിക്കോ പൊട്ടന്മാരെ. ഒരു പാട്ടിന്റെ കുഴപ്പം ഇപ്പൊ അങ്ങോട്ട് കഴിഞ്ഞതേ ഉള്ളൂ. എന്നാൽ ഡാൻസും കളിച്ച് കയറ്റിക്കൊണ്ട് വരുവാ. എവിടെയായിരുന്നുള്ള 3 കൂടെ കയറ്റി വെച്ചേക്കുവാ. ഞങ്ങളെ കുറിച്ചോ? അല്ല മുട്ടുകാലിൽ അടിവയറ്റിന് എന്റെ അത് പണി തീർക്കാത്തേന് 3 കൂടെ എവിടെ പോയി കിടക്കുമായിരുന്നു? ഞാനാണ് ഏറ് ചെക്ക് ചെയ്യാൻ പോയതാ. ഏറ് ചെക്ക് ചെയ്യാൻ നിനക്ക് വണ്ടിയുണ്ടോ? വണ്ടിക്കല്ല, എന്റെ കണ്ടറൊക്കെ രാത്രി 10 മണി കഴിയുമ്പോൾ ഭയങ്കര കല്ലേറാ. കല്ലേറോ? അത് ചെക്ക് ചെയ്യാൻ പോയതാ ഞാൻ. ആ ഏറ് ചെക്ക് ചെയ്യാൻ പോയി. ആരായിരുന്നു എറിഞ്ഞത്? ചാത്തൻ. നീ കണ്ടോ? ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. അതല്ല, ചാത്തൻ അടിച്ചിട്ട് ശിവു കല്ലെടുത്തെറിയുവാ. ശിവു കല്ലെടുത്തെറി. എന്ത് ആലോചിക്കുന്നത്? എന്നാ താമസേ? അത് പിന്നെ കണ്ടറൊക്കെ മറ്റേ പൊടി നക്കി തിന്നണ ഒരു മെഷീൻ ഇല്ലേ? അയ്യോ വാക്കം ക്ലീനർ. ആ മെഷീനും കൊണ്ട് ഞാൻ എന്റെ വീട്ടിലൂടെ ഇങ്ങനെ ഉരച്ചോണ്ട് ഇങ്ങനെ നടക്കുമായിരുന്നു. നടന്ന സമയത്ത് അപ്പൊ എന്റെ 97 വയസ്സുള്ള അമ്മൂമ്മ കുറച്ച് കഞ്ഞിയും കുടിച്ച് തിണ്ണലിരിക്കുമായിരുന്നു. അന്നേരം ഈ മെഷീൻ അമ്മൂമ്മേനെ അങ്ങ് വലിച്ചു കയറ്റി. എന്നിട്ട് ഇതിന്റെ ഓപ്പറേറ്റർ വന്നു അത് തുറന്നെടുത്ത് നോക്കുമ്പോ അമ്മൂമ്മ പിന്നെ അതിനകത്തിരുന്ന് കഞ്ഞി കുടിച്ചിട്ട് എന്നെ നോക്കി ചോദ്യാ, ഇച്ചിരി ഉപ്പിട്ടോ മനേന്ന്. പിന്നെ അമ്മൂമ്മൻ അത് പറഞ്ഞ് മനസ്സിലാക്കി ഇവരുടെ കൂടെ ഇങ്ങനെ വന്നപ്പോഴേക്ക് ഈ ഒരു നേരൊക്കെ ഞാനിത് അങ്ങ് വിശ്വസിച്ചു. വലിയ ഉപകാരം. പൊട്ടാ നിനക്ക് ഞാൻ വെച്ചിട്ടുണ്ട് കേട്ടോ. എടാ മോനെ എന്ത് വരുന്നക്കളെ നീ എന്നാ എന്താ പറ്റി? കാരണമൊന്നുമില്ലേ? അത് വന്ന വഴിക്ക് ഇവർക്ക് പറയാനുള്ളതല്ല അവരെ സെറ്റ് ചെയ്ത് എനിക്കൊന്നും സെറ്റ് ചെയ്യാനുള്ള സമയം കിട്ടിയില്ല. അയ്യോ നിനക്ക് അവിടെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. എടാ നീ പ്ലംബിങ്ങിന് വന്നല്ലോ. എന്തുവായിരുന്നു നിന്റെ ജോലി? പ്ലംബിങ്. ആ ഉത്തരവാദിത്വബോധം ഉള്ള നീ ഈ പണി കാണിക്കുവോ? പിന്നെ എനിക്ക് ഉത്തരവാദിത്വം ഇല്ലയോ? എടാ ഇവിടെ തിരിക്കുമ്പോ ഷവറി വെള്ളം വീഴുക. പിന്നെ തിരിക്കുമ്പോ വെള്ളം വരണം, അതിനുവേണ്ടി ഞാൻ ചെയ്തു വെച്ചിരിക്കുന്നേ. അത് അടുക്കള തിരിക്കുമ്പോഴാ ബാത്റൂമിൽ വീഴുന്നത്. എളുപ്പമല്ലയോ? കഴിച്ചോണ്ട് നിന്ന് കുളിക്കരുതോ? പോട്ടെ ഇതൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ. 3 പേർക്ക് വന്നേ. ഇവിടുത്തെ അച്ഛൻ മറ്റേ നാട് ഗൾഫിന് പോവാ. അപ്പൊ ഇപ്പൊ വരെ നമ്മൾ യാതൊരു കുഴപ്പങ്ങളൊന്നും ഉണ്ടാക്കിയിട്ടില്ല. ഇവിടെ ഒരു പെങ്കൊച്ചുണ്ട്, മനസ്സിലായല്ലോ. മര്യാദക്ക് ഇവിടെ നിന്ന് പണിതോണം. പറഞ്ഞ കേട്ടല്ലോ? കണ്ടറൊക്കെ ജോലിയും ചെയ്യുന്നില്ലേ? കണ്ടറാക്ക് പണിയാനോ? 8 സൈറ്റ് പണിയെടുത്തിട്ടേക്കോ. ഞാൻ ഇത്ര നിർത്തേക്ക് ഞാൻ പണിയാനോ? എന്താ പണിയാനോ? കണ്ടറാക്ക് എന്ന് പറഞ്ഞാൽ എന്തുവാ? കണ്ടാണ്ടിരിക്കുന്നൻ. മനസ്സിലായോ? എളുപ്പം പണിതോണം. നീ 1 2 ഇന്നുകൊണ്ട് ഇവിടുത്തെ പണി കഴിയുക. ഇന്നുകൊണ്ട് എന്റെ ഇഷ്ടം ഞാൻ അവളോട് ഇന്ന് ഞാൻ തുറന്നു പറയും. എന്തോ അതിന് മുമ്പേ ഞാൻ അടിച്ചോണ്ട് പോകും. ഒരു വീട്ടിൽ വന്നിട്ട് പോക്കണങ്കേട് കാണിക്കില്ലേ? നിങ്ങൾ ആ പെങ്കൊച്ചനെ നിങ്ങളുടെ കൂട്ടുകാരന്റെ ഭാര്യയായിട്ട് കാണണം. ഏത് കൂട്ടുകാരൻ? അനിയൻ കൂട്ടുകാരന്റെ. എന്താ കുഞ്ഞമ്മേ? എപ്പോ? ഇപ്പോഴോ? എന്നാടാ വെള്ളം കൊണ്ടോണ്ട് വന്നടാ. എന്നാ പറ്റി? കുഞ്ഞമ്മ വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോളേ വീണാ കുടിക്കാണ്ട് കാര്യം പറയടാ.
ഓട്ടോ കയറി ഓട്ടോ കയറിപ്പോ ഇങ്ങോട്ട് വരുമായിരുന്നു. വന്നപ്പോ വെള്ളം എന്താ അക്ഷയ് വന്ന് അക്ഷയ് വന്ന് ഓട്ടോ അടിക്കാ. അയ്യോ ഇല്ല, അക്ഷയ് വന്നപ്പോ അവര് പറഞ്ഞ് എന്റെ ഫോണിന്റെ OTP വരും, അത് പറഞ്ഞു കൊടുക്കണേന്ന്. ഇതവിടെ പോവാ. അവന്റെ കുഞ്ഞുമ്മയ്ക്ക് ആക്സിഡന്റ് പറ്റിയ ബ്ലഡ് കൊടുക്കണ്ട്. ഈ ശരീരത്തിൽ നിന്ന് ബ്ലഡ് കിട്ടത്തില്ല, ഈ ശരീരത്തിൽ നിന്ന് OPR മാത്രമേ കിട്ടത്തുള്ളൂ. അതുകൊണ്ട് ഒരു കാര്യം ചെയ്യ്, പോയിരുന്ന് പണിയെടുക്ക്. OPR എന്ന് പറഞ്ഞോണ്ട് നീ എന്നെ കളിയാക്കുമെന്നും വേണ്ട. അതിനാ ഞാൻ മഹാസംഭവം ചെയ്യാൻ പോവാ. എന്താ? എന്റെ 2 കണ്ണും ഞാൻ ദാനം ചെയ്യാൻ പോവാ. അത് നല്ലൊരു കാര്യം, നല്ല പ്രവൃത്തി. നല്ല മനുഷ്യന്മാരെല്ലാരും ദാനം ചെയ്യാം. പക്ഷെ എന്റെ കണ്ണ് ആർക്ക് കിട്ടുന്നോ ആ. ആ ആള് ആ. നേരം വെളുക്കുമ്പോ ആ. ഒരു 60 അടിക്കണം. അതെന്നാത്തിനാ അല്ലെങ്കിൽ എന്റെ കണ്ണു ഉറക്കത്തില്ല നേരം വെളുക്കും. കൊണ്ട് കണ്ടാക്കുമല്ലോ പറയുകയും ചെയ്യും. അതും ഇതും പറഞ്ഞിരിക്കാണ്ട് പെട്ടെന്ന് പണി തീർക്കും. ഒന്നാമത്തെ ലേറ്റ് ആയിട്ടാ വന്ന്. കണ്ട്രാക്ക് എന്നാ പരിപാടിയാണ് കാണിക്കുന്നത്? എന്നാ കാണിച്ച എന്നാ കാണിച്ച സമയം ഇത്രയായില്ലയോ? ഒരു 100 കാശ് നമുക്ക് തന്നു രാവിലത്തെ കാപ്പ് കുടിക്കാൻ. പട്ടിണി ഇരുന്ന് ഞാൻ ഇവിടെ ഒരു പണിയും ചെയ്യത്തില്ലെന്ന് പറഞ്ഞാൽ പണിയത്തില്ല. താ കിടക്കുന്ന പ്രശ്നം എനിക്ക് വേണ്ട. നീയൊക്കെ കിടന്ന് പണി, പട്ടിണി കിടന്ന് പണിയാൻ പോകുന്നു. നീ എന്താ പണിയാതിരിക്കുന്നേ? കണ്ട്രാക്ക് എന്നാ പണിയാ കാണിച്ചേ? ഞാനെന്താ കാണിച്ച്? രണ്ടും അമ്മമാരും ഇവിടെ വിശന്നിരിക്കുക. അമ്മ രണ്ടുപേരും. ആ. അയ്യോടാ മക്കളെ, ഞാൻ അറിഞ്ഞില്ല. ഒരു കാര്യം ചെയ്യ്, രണ്ടുപേരും കൂടെ ആ കടയിൽ പോയിട്ട് ഇറച്ചിയും പൊറോട്ട മേടിച്ചിരുന്നോ കേട്ടോ. പൈസ ഞാൻ കൊടുത്തോളാം കേട്ടോ. എനിക്കാ നിനക്കെന്തിനാ? നിനക്ക് വിശപ്പില്ലല്ലോ. നീ ഒരു കാര്യം ചെയ്യ്, അടുക്കള ചെന്ന കിണറ് വിറച്ചിട്ടേ ആ അവിടുത്തെ കുട്ടിയെല്ലാം വാരി അടച്ച് സെറ്റാക്കി. 2 പൊറോട്ട പാഴ്സൽ മേടിച്ചോണ്ട് വരണേ. വീട്ടുപേര് എഴുതി വെക്കാൻ പറഞ്ഞ മതിലിന്റെ അവിടെ. ആ. നീ എന്തോ എഴുതി വെച്ചേക്കുന്നത്? ഇവിടുത്തെ മുതലാളിയുടെ മക്കളുടെ പേര് എഴുതാനാ പറഞ്ഞത്. ആ. ആതിര, അഞ്ജലി. നീ എഴുതിയേക്കുന്ന ആദരാഞ്ജലി എന്നാ. ആണോ? ആ. ഇപ്പൊ എന്താ ചെയ്യും? എന്താ ചേട്ടാ, ആതിര കഴിഞ്ഞിട്ട് ഒരു ഗ്യാപ്പ് വേണ്ടായിരുന്നോ? അത് ഞാനാണോ തീരുമാനിക്കേണ്ടത്? ഇവിടുത്തെ മുതലാളി തീരുമാനിക്കേണ്ടത്. ആതിര കഴിഞ്ഞിട്ട് അഞ്ജലിക്ക് ഒരു ഗ്യാപ്പ് വേണോന്നുള്ളത്. പറഞ്ഞതിനകത്ത് കാര്യമാണ് പറഞ്ഞത്. ഇവൻ പറഞ്ഞു ഇവൻ ചെയ്യാനാ. അയ്യോ ഫോൺ അടിക്കുന്നു. ഹലോ, ആ പോയിക്കോ. എപ്പോ വരും? ഓ ശരി ശരി. എന്തുവാടാ? വൈഫ് വിളിച്ചതാ. അയ്യോ വിളിച്ചോ? ആ. ഇപ്പൊ കാര്യം എന്തുവാ? അപ്പുറത്തെ ആ. സുഭാഷിന്റെ കൂടെ എമ്പുരാ സിനിമ കാണാൻ പോയിക്കോട്ടെ എന്ന്. നീ എന്താ പറഞ്ഞു? പോയിക്കോളാൻ പറഞ്ഞു. പൊക്കോളാൻ പറഞ്ഞു. ആ. നട്ടല്ലില്ലാത്തവൻ. എടാ എന്തിനു ജീവിക്കണം മൊണ്ണെ? ചാടി എന്തുവാ? മുതലാളിയുടെ ഫോണാ. ഏ? മുതലാളിയുടെ വൈഫാ വിളിച്ചത്. മുതലാളിയും പോയി, അവന്മാരും പോയി. ഇപ്പൊ അവള് വന്നു കഴിഞ്ഞാൽ എനിക്ക് അവളോട് എന്റെ ഇഷ്ടം പറയാൻ പറ്റും. പൊന്നോ കുളിരോലപ്പന്തലിട്ടു ഞാൻ, തിരുതാലിത്തൊങ്ങലിട്ടു ഞാൻ, വരവേൽക്കാം നിന്നെ എന്റെ പൊന്നേ. ഓ കരിനീല കണ്ണിലെന്തടി, കവിൽ മുല്ലപ്പൂവിലെന്തടി, കിളിവാതിൽ ചില്ലിലൂടെ നിൻ മിന്നായം. ചിക്കൻ തിന്ന പല്ലിന്റെ ഇടയ്ക്കുള്ളൂ. എനിക്കറിയായിരുന്നടി, നിന്റെ മനസ്സിൽ ഞാനാന്ന് എനിക്ക് നല്ലപോലെ അറിയായിരുന്നു. അവസാനം എന്റെ അടുത്ത് തന്നെ നീ വന്നല്ലോ. അമ്മാരെ അറിയണ്ട കേട്ടോ, ഞാൻ മനസ്സിൽ കൊണ്ട് നടന്നയാണേ. പൊറോട്ട നിന്നിട്ട് കൈ കഴുകി. ഭ്രാന്ത് പിടിച്ചോ? എന്താ നിനക്ക് വയ്യേ? ഇതെന്തോ ഉടായിപ്പാണേ. ഒരു ഉടായ്പ എന്തോ ഉടായിപ്പാ. ആടിയാ ആ 3 വന്ന് ആ വൈകി ആടി വന്നത്. ആ ഞാൻ പറഞ്ഞതല്ലടാ നേരത്തെ വരാന്ന്. ലാസ്റ്റ് ദിവസം അല്ലടാ. ചാത്തിന് കല്ലെറിയാൻ പോണ്ടായിരുന്നു. ആ, പിന്നെ ആ മറ്റേ നീല ഇതില്ലേ, അതെനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. നീല എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത്. മറ്റേതും കൊള്ളാം, മറ്റേ റോസ് അത് അടിപൊളിയാ. 2ാമത്തെ അത് കിടക്കുക. എന്നാ എന്നോട് പറ ഐ ലവ് യു. ആ എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട മറ്റേ ആ ഓറഞ്ചും പച്ചയും കൂടി അതില്ലേ, ആടി സത്യമായിട്ടും അതെ എനിക്ക് ഇഷ്ടപ്പെട്ട്. 3 എനിക്ക് വേണം. 3 ഞാൻ എടുക്കും. ആ 3 ഞാൻ എടുക്കൂടി. ആ ശരി. എന്താ 3 പേര് വേണമെന്ന് പറഞ്ഞേ. എന്ത് പറഞ്ഞു. ഞാൻ 3 ചുരിദാർ ഓൺലൈൻ മേടിച്ച് 3 കളർ. അത് 3 എനിക്ക് വേണോന്നാ പറഞ്ഞ. സാൻഡ് പേപ്പർ കണ്ടോ? സാൻഡ് പേപ്പർ എനിക്ക് ഞാൻ എന്നോട് തന്നെ ഒന്ന് ചോദിച്ചത്. ഇതാണ് ഞാൻ പറഞ്ഞ അങ്ങനത്തെ കേറി കൊടുക്കട്ടെ. ഞാനാ വാ ചേട്ടാ. സത്യം പറഞ്ഞു കഴിഞ്ഞാലേ ഈ വീട്ടിലെല്ലാരും ഇങ്ങനെ പണിക്ക് വന്നിങ്ങനെ നോക്കുമെങ്കിലും ഉണ്ടല്ല, ചേട്ടനെ ഞാൻ എപ്പോഴും നോക്കാറില്ലേ. എനിക്ക് സൗന്ദര്യം കൂട്ടത്തിൽ എനിക്കാണല്ലോ. കേക്കണ്ട, എനിക്കൊരു കാര്യം പറയാനുണ്ട്. പറഞ്ഞോ. പറയട്ടെ.
ഈ രണ്ടുപേരെല്ലാം ഒന്നിരുത്തട്ടെ. 10 വിരലിൽ തൊടട്ടെ. കൊച്ചു കള്ളൻ. ഇത് ഒന്നിന് തൊട്. തൊട്ട്. കോളടിച്ചല്ലേ. എന്നതാ? അപ്പൊ ഇന്ന് ചേട്ടനാണ് ഞങ്ങളുടെ പട്ടിക്കൂട് വഴി പെയിന്റ് അടിക്കണത്. പട്ടി കടിക്കോ? ചെറുതായിട്ട്. എന്തുവാടാ എന്തോ പറഞ്ഞു? ആ പെണ്ണ് വന്ന് 2 വിരല് ചോദിക്കും. ആ വിരല് പോയിട്ട് നഖത്തി പോലും പിടിക്കരുത്. എന്താ പണി കിട്ടും. അതെന്തോ നീ എവിടെ പോവാ? ഞാൻ ആ പട്ടിക്കൂടൊന്ന് കഴുകിയിട്ട് വരാം. അവിടെയാണോ പട്ടി കടിയായത്? എന്ത് ചെയ്യാനാണ്? ചേട്ടൻ എന്തുവാ? സത്യം പറഞ്ഞാൽ ഞാൻ ചേട്ടനെയാണ് ഇവിടെ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കാറ്. എനിക്കറിയത്തില്ലയോ. എനിക്കൊരു കാര്യം പറയാനുണ്ട്. എന്തോ പറ. എന്റെ രണ്ടുപേരിലും കയ്യിരിക്കും. എനിക്കറിയാം, എന്നെ കൊണ്ട് പണി എടുപ്പിക്കാതെ എനിക്കറിയാം. അങ്ങനെയില്ല, ഇങ്ങോട്ട് വാ പറയട്ടെ. പിന്നില്ലേ പണി എടുക്കുമ്പോ നല്ലോണം ശ്രദ്ധിക്കണം. ചേട്ടൻ പ്ലംബിംഗ് ഇലക്ട്രീഷ്യൻ ഒക്കെ ചെയ്യണല്ലേ? ഞങ്ങളുടെ മാമന്റെ വീട്ടിലൊരു സംഭവം ഉണ്ടായിരുന്നു. എന്തോ സംഭവം? മാമന്റെ വീട്ടിൽ കറണ്ട് പണിക്ക് വേറൊരു ചേട്ടൻ വന്ന്. അയ്യോ കാലക്കേട് നോക്കണേ, കറണ്ട് അടിച്ച് താഴ്ത്തോട്ട് വീണ്. എന്ത് സംഭവിച്ചു? ഞാൻ ഉണ്ടായോണ്ട് രക്ഷപ്പെട്ടെ. ഞാൻ കൃത്രിമ ശ്വാസം കൊടുത്ത്. എത്ര മിനിറ്റ് കൊടുത്തു? 10-20 മിനിറ്റ് കൊടുത്തിട്ടുണ്ടാവും. എന്നെ കണ്ടടിച്ചു. അയ്യോ 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 ചേട്ടൻ എന്ത് ഷോക്ക് അടിച്ചെന്ന്. ഞാൻ കൃത്രിമ ശ്വാസം കൊടുക്കട്ടെ? വേണ്ട, ഇവന് കൃത്രിമമേ വേണ്ട. ഞാൻ ഉള്ളത് വെച്ച് അങ്ങ് അഡ്ജസ്റ്റ് ചെയ്തോളാം. ഇതിനേക്കാൾ ഞാൻ ചാവുന്നതല്ലത് പോയെ. ചേട്ടാ കണ്ടോ? ഷോക്ക് അടിച്ചില്ലേ? ഈ പണിന് എന്തുവാ? പെയിന്റിനകത്ത് ഇന്ന ആരെങ്കിലും ഷോക്ക് അടിച്ചിട്ടുണ്ടോ? ഞാൻ നിങ്ങൾക്ക് കുടിക്കാൻ വെള്ളം എടുത്തോണ്ട് വരട്ടെ? ആ കുടിക്കാൻ വെള്ളം എടുത്തോണ്ട്. ആ ശരി. എന്തോ എന്റെ മോൻ കാണാൻ ഞാൻ ഈ പഞ്ചായത്ത് കറങ്ങി വരണോടാ. നീ വാ. എന്താ പറ്റി? എന്താ പറ, കാര്യം പറ. എന്താ അല്ലാത്ത ഇക്കള് ഇക്കളാ? ഈ വെള്ളം കുടിച്ചാൽ എന്റെ ഇക്കള് മാറും. കുടിച്ചോ. ഈ പച്ചവെള്ളമുള്ള ടാങ്കുകളൊക്കെ ഒന്നും ഇല്ലേ മോളെ? എന്താച്ചാ? ആ മോളിൽ കയറി ടാങ്ക് ചവിട്ടി കലക്കി കുറച്ച് വെള്ളം കൊടു. അതേ വിധിച്ചിട്ടുള്ളൂ. മനോര പറ. മനോരം വെളിയിൽ വരെ പോയിരിക്കും. ഇപ്പൊ വരും. മനോര എടാ നീ ഇങ്ങോട്ട് വാടാ. എന്താ കുഞ്ഞാ കാര്യം പറ. എടാ ഞാൻ പറഞ്ഞ എനിക്ക് നാളെ 4:30 മണിക്ക് പോവാനുള്ളതാ ഗൾഫില്. അതിന് മുമ്പേ പണി തീർക്കാമല്ലോ. എന്താ വരുന്നേ? അയ്യോ പച്ച പോയി. പച്ച പോയി. പൈസ തൊടരുത്. പാടാണ്. അത് ഭയങ്കര വിലയുള്ള പശയാ കേട്ടോ. കണ്ടാക്ക് തൂക്കം അങ്ങോട്ട്. മനോര കൈ കൊണ്ട് തൂക്കല്ലേ? കയ്യിലൊട്ടു. കയ്യിലായെന്ന്. മനോരോ ഓ എടാ തിരിയടാ. ഇവ എന്തോ കാണിക്കുന്നത്? ഞാൻ എന്തെങ്കിലും നിങ്ങളുടെ അടുത്തൊക്കെ എന്തെങ്കിലും തെറ്റായിട്ട് പറഞ്ഞിട്ട് എന്നോട് അങ്ങ് ക്ഷമിച്ചേക്കണം കേട്ടോ മക്കളെ. വേറൊന്നും കൊണ്ടല്ല, എനിക്ക് ടെൻഷൻ കൊണ്ട. ഞാൻ നാളെ ഇല്ലല്ലോ. അപ്പം വെളുപ്പിന് 4:30 മണിക്ക് എനിക്ക് പോവുകയും വേണം. മറ്റന്നാ പാല് കാച്ചാണ്. എന്നാലും നോക്കിയും കണ്ടൊക്കെ നിന്നോളണം. ഞാൻ പോയാൽ എന്റെ മകള് നിങ്ങൾക്ക് ശമ്പളം തരും. അത് തരൂ. അപ്പൊ എല്ലാത്തിനും നന്ദി. ഞാൻ അങ്ങോട്ട് പോവുക. ശരി. എന്താണ് ഒരുമാതിരി വേറെ ആളെ പോലെ? ഇല്ല ഒന്നുമില്ല. കയ്യിൽ വന്നേ ഒന്ന്. നല്ല അച്ഛമ്മക്ക് കുഴപ്പമില്ല, എനിക്ക് സന്തോഷം. നീ പോടാ ഒരു കൊച്ചു കുട്ടികളെ പോലെ. അപ്പൊ എല്ലാം അടിപൊളി. ഓക്കെ. പെട്ടല്ലേ? ഇതെന്താ സംഭവം? എന്താ സംഭവം? പശയാണ്, ഞാൻ പറഞ്ഞില്ല. കൈയ്യട്ടി ഒട്ടുമെന്നറിയാന്നെങ്കിൽ പിന്നെ എന്തുണ്ടാ ഷാക്കൻ്റെ എന്നത്? ഞാൻ തന്നാ ചാടിക്കറി പിടിച്ചു മേടിച്ചായിരുന്നു. എടാ എനിക്ക് 4:30 മണിക്ക് ഗൾഫിൽ പോവാളോ. ഞാൻ ഇപ്പൊ എന്ത് ചെയ്യുമെന്ന് പറ. അച്ഛൻ പറയുമ്പോൾ എനിക്ക് 100 കിലോ പണി ഇവിടെ കിടക്കുവാ. ഞാൻ പിന്നെ എന്തോ ചെയ്യും? അച്ഛൻ അങ്ങനെ പറഞ്ഞാൽ എന്നെ ഒന്ന് നിലയ്ക്ക് നിർത്തണം. നീ എന്തോ എന്റെ കാര്യം ആരും നോക്കും? ഒറ്റ അടി അടിച്ചോണ്ടല്ല. റിമൂവർ എടുത്തിട്ട് വരാം. എന്താ എടുക്കാൻ? റിമൂവർ കൊണ്ട് കിടക്കാൻ എവിടെ പോന്ന്? എവിടെ പോവാ? ഞാൻ എന്റെ വീട്ടിനകത്തോട്ട് പോവാ. നീ എവിടെ പോവാടാ? ഞാൻ പറഞ്ഞു ഇതെനിക്ക് പോകാൻ നോക്കുവോ? എന്തൊരു കളിയാന്ന് പറ. അച്ഛൻ എവിടെ പോന്ന്? നീ എവിടെ പോന്ന്? ഞാൻ ബാത്റൂമിൽ. എന്നെ കൊണ്ടോ? ഇതെന്തല്ലേ നാശോടി കാണിക്കുന്നത്? ഇത് എന്റെ ആവശ്യമായി പോയില്ല. ഇങ്ങോട്ട് വന്ന്. ഇത് മുക്കടാ. ഞാൻ ഇളക്കിയിട്ടുണ്ട്. എന്നാ പരിപാടിയാ കാണിച്ചത്? ഇളക്കട്ടെ. ചവിട്ടി ഇളക്കാൻ അത് റിമൂവറിന് ചവിട്ടി പറിച്ചെടുക്കായിരുന്നല്ലോ. ഇപ്പൊ എന്തിനാ കൊണ്ട് വെള്ളത്തിൽ മുക്കി? റിമൂവർ എടുത്തിട്ടാ. എന്റെ പൊന്നു മുതലാളി അത് വെള്ളത്തിൽ മുക്കി കഴിഞ്ഞാൽ 24 മണിക്കൂർ സെറ്റ് ആയിട്ടിരിക്കും. സെറ്റായോ? ഇപ്പഴാ സെറ്റ്.